അമ്മ താൽക്കാലിക കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജഗദീഷ് ഇറങ്ങി. സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ജഗദീഷ് ലെഫ്റ്റ് അടിച്ചത്. ജനറൽ ബോഡി നടത്തുന്നതിലും തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ജഗദീഷ് നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. സമിതി ഒരു രാജിവെച്ചല്ലോ, കൂട്ടരാജി വെച്ചതിന്റെ അന്ന് തന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയതാണ്. നമുക്ക് ഒരു ഭരണസമിതി ഇല്ലാതാകുമ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നതുകൊണ്ട് മാത്രം അന്ന് രാജിവെച്ചാണ്. അപ്പൊ അതിനുശേഷമുള്ള തീരുമാനങ്ങളും അതിനു മുമ്പേ രാജിവെക്കുന്ന ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ വരും, അത് പ്രതീക്ഷിച്ച് നേരത്തെ ഞാൻ രാജിവെച്ചതാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കീർത്തി ചേരുകയാണ്. കീർത്തി, അമ്മയ്ക്കുള്ളിലെ പല വിധത്തിലുമുള്ള വിയോജിപ്പുകൾ അത് പരസ്യമായി തന്നെ ജഗദീഷ് പ്രകടിപ്പിച്ചിരുന്നു. ഇങ്ങനെ സ്വയം എക്സിറ്റ് അടിച്ച് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നതും ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ അദ്ദേഹം അത് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എങ്കിൽ പോലും ഇതിൻ്റെ വസ്തുത എന്തൊക്കെയാണ്? തീർച്ചയായും അജിംഷാദി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അമ്മ സംഘടന, അമ്മ എന്ന താരസംഘടന നേരിട്ടത്. ഈ സംഘടനയിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ തന്നെ ലൈംഗിക ആരോപണം വരികയും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന സിദ്ദിഖ് രാജിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ജഗദീഷ് പ്രതികരിക്കാൻ വൈകി എന്ന് പറഞ്ഞ ജഗദീഷ് രംഗത്ത് വന്നതാണ്. ഈ സംഘടന പ്രതികരിക്കാൻ വൈകി എന്ന് പറഞ്ഞ രംഗത്ത് വന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ അമ്മ എന്ന സംഘടന ഭിന്നിപ്പ് അതും പുറത്ത് വന്നതാണ്. ഇപ്പോൾ ഈ സംഘടനയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് ഇറങ്ങിപ്പോയിരിക്കുന്നു, ലെഫ്റ്റ് അടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്നാൽ ഇത് ഇന്ന് രാജിവെച്ചതല്ല, ഇന്ന് ലെഫ്റ്റ് ആയതല്ല. ഇത് ഈ ഒരു കൂട്ടരാജിയുടെ സമയത്ത് തന്നെ ജഗദീഷ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചതാണ് എന്നാണ് ഇപ്പോൾ ജഗദീഷ് പറയുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ജഗദീഷ് ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈ കൂട്ടരാജി വെച്ച ഒരു സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഈ ഭരണസമിതി രാജിവെച്ചാലും അഡ്ഹോക് കമ്മിറ്റിയായി, താൽക്കാലിക കമ്മിറ്റിയായി ഈ കമ്മിറ്റി തന്നെ തുടരും, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ തുടരും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് ലെഫ്റ്റ് അടിച്ചത്. ഇങ്ങനെയൊരു ഭരണസമിതി ഇല്ല, ഭരണസമിതി ഇങ്ങനെ രാജിവെച്ചുവെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിൽ തുടരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇല്ലല്ലോ, പിന്നെ ആ ഗ്രൂപ്പിൽ എന്ത് സാഹചര്യത്തിലാണ് തുടരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ജഗദീഷ് പറയുന്നത്. ഈ ജനറൽ ബോഡി നടത്തുന്നതിലും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ഒക്കെ തന്നെ ജഗദീഷ് നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സംഘടന പ്രതികരിക്കാൻ വൈകി എന്നതും ജഗദീഷ് തുറന്നു പറഞ്ഞതാണ്. സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു ജഗദീഷിന്റെ പ്രതികരണവും വന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഈ സംഘടനയോടുള്ള ജഗദീഷിന്റെ എതിർപ്പ് വ്യക്തമായതാണ്. ഈ സംഘടനയിലെ ഭിന്നാഭിപ്രായങ്ങളും പുറംലോകം അറിഞ്ഞതാണ്. ഇപ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഇതിന്റെ ഒരു വസ്തുത. എന്നാൽ ജഗദീഷ് പറയുന്നത് ഇത് നേരത്തെ തന്നെ ലെഫ്റ്റ് ആയതാണ്, ഈ ഭരണസമിതി രാജിവെച്ച അന്ന് തന്നെ ഞാൻ ലെഫ്റ്റ് ആയതാണ്, ഇങ്ങനെയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകും, ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അന്ന് രാജിവെച്ചത്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലാണ് ജഗദീഷ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അജിംഷ, തീർച്ചയായും. കാരണം ഈ അമ്മ മുഴുവനായി ഇങ്ങനെ രാജിവെക്കുന്നത് അതിനോട് എതിർപ്പുണ്ടായിരുന്നവർ പലരുമുണ്ട്. കാരണം ഒരു സംഘടനയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് അങ്ങനെ രാജിവെച്ചത് എന്തിന്? എന്നാൽ ആ രാജിവെപ്പിനെ അനുകൂലിക്കുന്നവരുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഒരു പുതിയ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഈ അമ്മയുടെ നേതൃത്വത്തിൽ അവരുടെ കലാകാരന്മാരുടെ ഇടയിൽ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അത്തരത്തിൽ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ജഗദീഷ് പരസ്യമായി തന്നെ ഇതിനോടുള്ള എതിർപ്പ് അറിയിക്കുന്നതുമൊക്കെ. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വൈകിപ്പോകുന്നു, നീണ്ടുപോകുന്നു, ഇതിലേക്കുള്ള പ്രതിഷേധമായി ഈ കാര്യങ്ങളെ കാണാം. ഒരുപക്ഷെ ജഗദീഷ് അത് ഔദ്യോഗികമായി പറയുന്നില്ല, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജനറൽ ബോഡി നടത്തുന്നതിലും ഈ തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ഒക്കെ തന്നെ നേരത്തെ ജഗദീഷ് എതിർപ്പ് അറിയിച്ചതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ സംഘടന വൈകിയെന്ന് തന്നെ ഈ ജഗദീഷ് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് വൈകുന്ന കാര്യം, ഇത് 2 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് ഇവർ ഈ കൂട്ടരാജി വയ്ക്കുന്ന സമയത്ത് തന്നെ മോഹൻലാലിൻ്റെ കുറിപ്പിൽ, പ്രസിഡന്റായിരുന്ന മോഹൻലാലിൻ്റെ കുറിപ്പിൽ പറഞ്ഞതാണ്. 2 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നത്. ഇതിലൊക്കെ തന്നെ
ഒരു എതിർപ്പ് ജഗദീഷ് നേരത്തെ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ജഗദീഷിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകും, ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് താൻ ഈ ഭരണസമിതിയുടെ ഒരു കൂട്ടരാജിയുടെ സമയത്ത് തന്നെ താൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആയത്. ഇങ്ങനെ ഒരു ഭരണസമിതി ഇല്ല എന്നാണെങ്കിൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരേണ്ട ഒരു ആവശ്യകതയും ഇല്ലല്ലോ എന്നാണ് ജഗദീഷ് പറയുന്നത്. ഇങ്ങനെ ഒരു താൽക്കാലിക കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റി തന്നെയാണ്, ഈ ഹഡ്കോ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റി തന്നെയാണ്. ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഈ ഗ്രൂപ്പിൽ താൻ തുടരേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഗദീഷ് അന്ന് തന്നെ ലെഫ്റ്റായി എന്നാണ് ജഗദീഷ് പറയുന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സംഘടന ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനം, ഒരു ലൈംഗികാരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിനെ രാജിവെക്കേണ്ടി വരുന്നു. ഇപ്പോൾ അതിൻ്റെ കോടതി നടപടികളൊക്കെ പുരോഗമിച്ചു വരികയാണ്. മറ്റ് താരങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ വരുന്നു, പോലീസ് കേസ് ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ജഗദീഷിനെ പോലെയുള്ള ഒരാൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇപ്പോൾ ലെഫ്റ്റ് അടിച്ചിരിക്കുന്നത്. തീർച്ചയായും എന്തായിരുന്നാലും അമ്മയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന തന്നെയാണ്. ആഭ്യന്തര തർക്കത്തിൻ്റെ ഒരു പ്രതിഫലനം ആയി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായിരുന്നാലും അമ്മയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ ജഗദീഷ് സ്വയം എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് കീർത്തി നൽകിയത്.